CPM, BJP, കോൺഗ്രസ് തുടങ്ങി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും യഥേഷ്ടം കുതിര കയറാൻ പറ്റുന്ന ഒരു വർഗമേ ഉള്ളൂ, ഒരു വിഭാഗമേ ഉള്ളൂ കേരളത്തില്, മാധ്യമ പ്രവർത്തകര്. ദൈനംദിന സജീവ മാധ്യമ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ഈ ശല്യം അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു ദിവസം ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന്റെ 6ാം മാടിക്ക് കയറുകയും അവനെ 10 പള്ളു പറയുകയും ചെയ്തില്ലെങ്കിൽ അന്ന് സുഖനിദ്ര ലഭിക്കില്ല, പിറ്റേന്ന് രാവിലെ സുഖവിരേചനം ഉണ്ടാവില്ല എന്ന അവസ്ഥയാണ് ചില രാഷ്ട്രീയ നേതാക്കൾക്ക്. നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുതൽ പിണറായി വിജയൻ വരെയുള്ളവര് ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു മടിയും ഇല്ലാത്തവരാണ്. അസുഖകരമായ ചോദ്യങ്ങൾ ചോദിക്കരുത്, അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കളുടെ നിലപാട്. നമ്മുടെ SG ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ചോദ്യം ചോദിക്കാനേ പാടില്ല. SG എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപിയ, അതൊരു പുതിയ അടവാണ്. പണ്ട് AKG, EMS, MN, TK അല്ലെങ്കിൽ TV എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെയൊരു 2 അക്ഷരങ്ങളിലൂടെ അല്ലെങ്കിൽ 3 അക്ഷരങ്ങളിലൂടെ ചില നേതാക്കളെ ആളുകളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ നടത്തുന്ന ഒരു ഉഡായിപ്പ് വേലയാ SG എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി. പിന്നെ RC എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ SGയെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ ചോദിക്കാനേ പാടില്ല. അദ്ദേഹം ചോദിക്കുന്നവരോട് ചോദിക്കും, നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ എന്ന് വെച്ചാൽ ഞാനൊരു കേന്ദ്രമന്ത്രിയാണ്, സഹനാണെങ്കിലും കേന്ദ്രനാണ്. അതുകൊണ്ട് എന്നോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമില്ല. അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആക്രോശങ്ങളുടെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. ഒരു കേന്ദ്രമന്ത്രിയോട്, അതൊരു BJP മന്ത്രിയോട്, അതും SGയോട്, സുരേഷ് ഗോപിയോട് ഈ പാവപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഞാൻ മന്ത്രി, വെറും കീടങ്ങളായി നിങ്ങൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയോ, ഞാൻ താമസിക്കാൻ പോകുന്ന ഗസ്റ്റ് ഹൗസിൽ നിങ്ങൾ കടന്നു വരികയോ, നിങ്ങൾ അതിക്രമിച്ച് കടക്കുകയോ, നിങ്ങൾക്കതിന് എവിടെ നിന്നാണ് അധികാരം കിട്ടിയത്? അതാണ് സുരേഷ് ഗോപി അണ്ണന്റെ ഒരു ചോദ്യം. വളരെ നിഷ്കളങ്കമായ ചോദ്യമാണ്. അദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്നത് ആരെങ്കിലും ഒരാൾ MP ആയി, ഭാഗ്യവശാലോ മറ്റേതെങ്കിലും പരിഗണനകളുടെ പേരിൽ മന്ത്രിയായി കഴിഞ്ഞാൽ എന്തോ ഒരു വിശേഷപ്പെട്ട മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു വിശേഷപ്പെട്ട ആളായിട്ട് മാറി എന്നുള്ളൊരു തോന്നലും ചിന്തയുമാണ് നമ്മുടെ സുരേഷ് ഗോപി അണ്ണന്. അതുകൊണ്ട് തന്നോട് ആരും ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ബി കെയർഫുൾ, സൂക്ഷിച്ചോണം എന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്. അതായത് നരേന്ദ്രമോദിയാണ് കേന്ദ്രം ഭരിക്കുന്നത്, ആ ഓർമ്മ വേണം എന്നുള്ളൊരു താക്കീത അദ്ദേഹം നൽകുന്നത്. പിന്നെ അതിന് വലിയൊരു പ്രാധാന്യം കൽപ്പിക്കണോ എന്നൊരു ചോദ്യം മറുഭാഗത്തുണ്ട്. അതായത് ഭരത്ചന്ദ്രന് IPS സിനിമ കഴിഞ്ഞതിന് ശേഷം IPSകാരന്റെ ഒരു തൊപ്പി കാറിന്റെ പുറകിൽ വെച്ചായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തിരുന്നത് എന്നാണ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത്. BJPക്കാരെല്ലാം കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ഒരു മാർച്ച് നടത്തി. അപ്പൊ ഗണേഷ് കുമാർ പറഞ്ഞു, ഈ സുരേഷ് ഗോപി തൊപ്പി വെച്ചു എന്ന് മാത്രമല്ല ഒരു IPS വേഷത്തിൽ ഏതോ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തത്രേ. ഇത്തരത്തിലുള്ളൊരു മനുഷ്യനോട് നമ്മളോട് നിങ്ങളാരാ ചോദ്യം ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അതത്ര വകവെക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ആരോടാണ് ചോദ്യം ചോദിക്കുന്നത്? ബി കെയർഫുൾ എന്ന നിലപാടൊന്നും നമ്മുടെ പിണറായി വിജയനില്ല. പെട്ടെന്ന് MLAയോ മന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായ ആളല്ല, ഒരു വ്യക്തിയല്ല നമ്മുടെ പിണറായി വിജയൻ. അതുകൊണ്ടാണ് അടിതൊട്ട് പണിയെടുത്ത് വന്ന ഒരാളാണ്. അപ്പൊ മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങളിലൊക്കെ റോൾ എന്താണ് എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും ലഭിക്കുന്ന ഉത്തരങ്ങൾ വായനക്കാരെ അറിയിക്കാനുമുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നറിയാം. അതവരുടെ ജോലിയാണെന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശ്നം ഒന്ന് മാത്രമേ ഉള്ളൂ, അസൗകര്യമുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ചോദ്യങ്ങളൊക്കെ ആവാം. നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്രസമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും അസംബന്ധം പറയാനുള്ള ഒരു അവസരമായി അല്ലെങ്കിൽ ഒരു വേദിയായി പത്രസമ്മേളനങ്ങളെ മാറ്റരുത്. ഈ വ്യത്യാസം ഇവർ തമ്മിലുണ്ട്, സുരേഷ് ഗോപിയും നമ്മുടെ പിണറായി വിജയനും തമ്മിൽ. സുരേഷ് ഗോപിക്ക് ചോദ്യം ചോദിക്കാനേ പാടില്ല, ഇദ്ദേഹത്തിന് അസംബന്ധ ചോദ്യങ്ങൾ പാടില്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക്. ഈ വ്യത്യാസമുണ്ട്. ഈ അസംബന്ധ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അസംബന്ധമായ കാര്യങ്ങൾ എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുമ്പോൾ ആ പത്രസമ്മേളനത്തിൽ ആരും മോശപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവരാ കൂടെ ചോദിച്ചത് കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അവർ നടത്തിയ ഒരു അന്വേഷണത്തെ കുറിച്ചാണ്. ആ അന്വേഷണത്തിന്റെ ഫലമായിട്ടൊരു കുറ്റപത്രം കോടതിയിൽ ഹാജരാക്കിയതിനെ കുറിച്ചാണ്.
ആ കുറ്റപത്രം തയ്യാറായതിനു ശേഷം അത് അനുസരിച്ച് പ്രോസിക്യൂഷൻ നടത്താൻ കേന്ദ്ര കമ്പനിയും മന്ത്രാലയം നൽകിയ തീരുമാനത്തെക്കുറിച്ചാണ്. അതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ചൂടായത്. അസംബന്ധമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയത്. അതിനൊരു കാരണമുണ്ട്. ആ കേസിലെ ഒരു പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകളാ, തൈക്കണ്ടി വീണ, ടി വീണ. സ്വന്തം മകള് പ്രതിയായ ഒരു സാമ്പത്തിക കുറ്റത്തെക്കുറിച്ച്, നമ്മുടെ കരിമണലുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിനെ കുറിച്ച്, അതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടക്കേടുണ്ടായത്. സംഗതിയൊക്കെ അസംബന്ധമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയത്. അതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. സ്വന്തം മകളുടെ കാര്യത്തിൽ ആർക്കായാലും ഒരു വേവലാതി ഉണ്ടാവും. എത്ര ഇരട്ടച്ചങ്കനാണെങ്കിലും സ്വന്തം മകനെയോ മകളെ കുറിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ മനസ്സൊന്ന് പിടയുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. അപ്പൊ ചിലര് ക്ഷുഭിതനായേക്കാം. അപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അസംബന്ധ ചോദ്യങ്ങളായിട്ട് തോന്നിയേക്കാം. മകളുടെ കാര്യം വരുമ്പോഴാണ് അദ്ദേഹം നിയമസഭയിലെ പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ ചീറിക്കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് ചിലപ്പോൾ കടക്കൂ പുറത്ത് എന്ന് പറഞ്ഞ് പോകുന്നതും. മാധ്യമങ്ങളൊക്കെ രക്തദാഹികളാണെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണെന്ന്. രക്തദാഹികൾ എന്ന് കേട്ടപ്പോൾ, അല്ലെങ്കിൽ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നവർ എന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോ പെട്ടെന്ന് ഡ്രാക്കുളയാണ് ഓർമ്മ വന്നത്. അതായത് നീണ്ട പല്ലുകൾക്കിടയിലൂടെ രക്തം കിനിഞ്ഞിറങ്ങുന്ന ഡ്രാക്കുളയുടെ ഒരു ചിത്രം വളരെ പ്രസിദ്ധമാണ്. ഡ്രാക്കുളയെ ഓർമ്മിച്ചുപോയി ഈ മാധ്യമപ്രവർത്തകരെ കുറിച്ചുള്ള പിണറായി വിജയന്റെ പരാമർശം കേട്ടപ്പോൾ. അദ്ദേഹം ഈ കേസിൽ ചില മുഖ്യ ശത്രുക്കളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പണ്ട് EMS ഏത് പത്രസമ്മേളനം നടത്തിയാലും മുഖ്യശത്രു ആരാണ് എന്ന് പറയുമായിരുന്നു. അന്നൊക്കെ CPM-ന്റെ മുഖ്യശത്രു കോൺഗ്രസ് ആയിരുന്നു. അതുപോലെയാണ് ഈ മാധ്യമങ്ങളുടെ കൂട്ടത്തിലെ പ്രധാന ശത്രു അത് മലയാള മനോരമയാണെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. അവരങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ, അവരെ അങ്ങനെ എഴുതിക്കോട്ടെ എന്നാണ് പിണറായിയുടെ വചനങ്ങൾ. അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. നോക്ക് നിങ്ങൾ എത്രത്തോളം ആവും എന്നുള്ളത്. എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ മാധ്യമപ്രവർത്തകർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിണറായി സഖാവി വാർത്തകൾ മുമ്പിൽ വന്ന് വീഴുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റും. ഈ SFIOയുടെ കേസ്, കുറ്റപത്ര, പ്രോസിക്യൂഷൻ, ഇതിന്റെ വിശദാംശങ്ങൾ ആദ്യം കിട്ടിയത് ഏഷ്യാനെറ്റിനാണ്. അവർക്കത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അവരാദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തു, പിന്നീട് മറ്റുള്ളവർ ഏറ്റെടുത്തു, അച്ചടി മാധ്യമങ്ങളിൽ വന്നു, നാട്ടുകാരറിഞ്ഞു. രണ്ടാമത് ഒരു കുറ്റപത്രം കൂടി ബംഗളൂരുവിലെ ഒരു കോടതിയിൽ സമർപ്പിക്കാൻ SFIO ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, അറിഞ്ഞപ്പോൾ അത് മലയാള മനോരമ ആദ്യം കൊടുത്തു. അതുപോലെ തന്നെ ഈ കുറ്റപത്രത്തിന്റെ ചുവട് പിടിച്ച് ED ടി വീണയ്ക്കെതിരെ അന്വേഷണം നടത്താൻ പോകുന്നു. അതിന്റെ വിശദാംശങ്ങൾ SFIOയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ വാർത്ത കേൾക്കുമ്പോൾ അത് ആളുകളെ അറിയിക്കുക, നാട്ടുകാരെ അറിയിക്കുക, വായനക്കാരെ അറിയിക്കുക, ശ്രോതാക്കളോട് പറയുക. അത് സഖാവ് ഈ മാധ്യമപ്രവർത്തകരുടെ ഒരു ജോലിയല്ലേ, അവിടെ ഉത്തരവാദിത്വമല്ലേ. അതെങ്ങനെയാണ് അസംബന്ധമാവുക? കേരളത്തിൽ അത് കുറേ ദിവസങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം അങ്ങ് മധുരയിലായിരുന്നു, പാർട്ടി കോൺഗ്രസിലായിരുന്നു. തിരിച്ചു വന്ന് ആദ്യമായിട്ട് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ അവർ ചോദിച്ചു പോവുകയില്ലേ? ചോദിച്ചില്ലെങ്കിൽ പിന്നെ അവരെ ഈ പണിക്ക് കൊള്ളുമോ? ആ നിമിഷം വരെ പറഞ്ഞു വിടണ്ടേ? അവർ ചോദിച്ചു, ഒന്നുകിൽ മറുപടി പറയുക, അല്ലെങ്കിൽ മറുപടി പറയാതിരിക്കുക. എന്നാലും നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത്, ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, അധികാരമില്ല എന്നൊന്നും അങ്ങ് പറഞ്ഞില്ലല്ലോ. അത്രയും ഭാഗ്യം. ഈ കരിമണൽ മാസപ്പടി കേസിൽ ടി വീണയ്ക്കുള്ള കുരുക്ക് മുറുകുകയാണ് എന്നതാണ് വാസ്തവം. ഇപ്പൊ എറണാകുളത്ത് അഡീഷണൽ സെഷൻസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിൽ 11ാം പ്രതിയാണ്. ഇനി ബംഗളൂരുവിലെ കോടതിയിൽ വരുന്ന കുറ്റപത്രത്തിൽ ഒന്നുകിൽ ടി വീണ അല്ലെങ്കിൽ അവരുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി 1ാം പ്രതിയായിട്ട് മാറും. അതുമാത്രമല്ല, ഇപ്പൊ ED ഇതിന്റെ ചുവട് പിടിച്ച് അന്വേഷണങ്ങൾ ആരംഭിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകാൻ SFIOയോട് പറഞ്ഞിരിക്കുക. EDയും SFIOയും CBIയും ഒക്കെ നമ്മുടെ മോദിയുടെ കീഴിലുള്ളതാണ്. അവർ പറയുന്നത് പോലെയാണ്, അല്ലെങ്കിൽ മോദി സർക്കാർ പറയുന്നവരാണ് കാര്യങ്ങൾ നടക്കുക. ED എപ്പോ SFIOയോട് വിശദാംശങ്ങൾ ചോദിച്ചു എന്ന് വിചാരിച്ചാൽ മതി, അപ്പൊ തന്നെ അത് കിട്ടിയിരിക്കും. ED പറയുന്നത് ഈ മാസപ്പടി കേസിൽ 2.7 കോടി രൂപ ചെയ്തു കൊടുക്കാത്ത സേവനങ്ങൾക്ക് എക്സാലോജിക്ക് പറ്റി ആ പണം സ്വീകരിച്ചു എന്ന കേസിൽ കള്ളപ്പണം വെളുപ്പിക്കലും നടന്നിട്ടുണ്ടോ, അതാണ് ED അന്വേഷിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും SFIOയുടെ കയ്യിൽ നിന്ന് വിശദാംശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്യും, അന്വേഷണം നടത്തും. അതിന് പാവം മാധ്യമ പ്രവർത്തകരോട് ചാടിക്കടിക്കാൻ വന്നിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? രക്തദാഹികൾ എന്ന് വിശേഷിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്?
ഇനിയിപ്പോൾ ഈ കേസിലെ പ്രതികൾക്കുള്ള നേരിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന ഒരു കേസാണ്. അതിപ്പോൾ അടുത്ത 11-ാം തീയതിയിലേക്ക് മറ്റും മാറ്റി വെച്ചിരിക്കുക. SFIയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL ഈ കരിമണൽ കമ്പനി കൊടുത്തിരിക്കുന്ന കേസാണ്. ഇതുപോലൊരു കേസ് വീണ ബംഗളൂരു ഹൈക്കോടതിയിൽ കൊടുത്തു, തള്ളിയതാണ്. ഈ കരിമണൽ കമ്പനിയിൽ ഓഹരി പങ്കാളിത്തമുള്ള KSIDC നമ്മുടെ ഒരു സർക്കാർ സ്ഥാപനമാണ്. അവർ കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു കേസ് നൽകി, അത് തള്ളി. ഈ 2 ഹൈക്കോടതികളിൽ ഈ കേസ് തള്ളിയത്, അതായത് SFIയുടെ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളത്. ഇതിനിടയ്ക്ക് അന്വേഷണം പൂർത്തിയായി, അതിന്റെ കുറ്റപത്രം തയ്യാറായി, കേന്ദ്ര ഗവൺമെന്റിന് അനുമതി കിട്ടി, അത് പ്രോസിക്യൂഷൻ ഘട്ടത്തിലേക്ക്, അതിന്റെ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ഡൽഹി ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ അന്വേഷണം തടയണം എന്ന ആവശ്യത്തിന്, പ്രയറിന് എന്താണ് പ്രസക്തി എന്ന് ഹൈക്കോടതി ചോദിച്ചു.